ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെയ്ഹാസ് വേൾഡ്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരമാണ് കോയിക്കൽ കൊട്ടാരം. കേരള വാസ്തുവിദ്യയുടെ മകുടോദാഹരണമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ കൊട്ടാരക്കെട്ടുകൾ 1677-1684 കാലത്ത് വേണാട് രാജവംശത്തിലെ രാജ്ഞിയായിരുന്ന ഉമയമ്മ റാണിക്ക് വേണ്ടി നിർമ്മിച്ചതാണെന്നാണ് കരുതപ്പെടുന്നത്. റാണിയുടെ ഭരണകാലത്ത് മുഖിലൻ എന്നു പേരുള്ള ഒരു മുസ്ലിം പോരാളി തിരുവനന്തപുരത്തെ ആക്രമിക്കാൻ പദ്ധതിയിട്ടുകൊണ്ട് മണക്കാട് വന്നു തമ്പടിക്കുകയും ആ സമയത്ത് റാണി തിരുവനന്തപുരത്ത് നിന്നും നെടുമങ്ങാട്ടേക്ക് ആ സ്ഥാനം മാറ്റി അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തു. അക്കാലത്ത് ഉമയമ്മ റാണിക്കായി പണിതതാണ് കോയിക്കൽ കൊട്ടാരമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വള്ളത്തിന്റെ ആകൃതിയിൽ വളഞ്ഞു ഇരുനിലയായാണ് കൊട്ടാരത്തിന്റെ നിർമ്മിതി. അമൂല്യമായ പല വസ്തുക്കളുടെയും ശേഖരം കൊണ്ട് സമ്പന്നമാണ് ഈ രാജകൊട്ടാരം. അതുകൊണ്ട് തന്നെ ഒരിക്കലെങ്കിലും ഈ കൊട്ടാര കാഴ്ചകളിലേക്ക് എത്തി നോക്കാത്ത ചരിത്രാന്വേഷികൾ കുറവായിരിക്കും. പുരാതന സംഗീതോപകരണങ്ങളും നാണയ ശേഖരണവും അതിൽ എടുത്തു പറയേണ്ടവയാണ്. കേരളത്തിൽ അക്കാലത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്ന വൈദ്യോപകരണങ്ങൾ, നാടൻ കലകളുടെ മാതൃകകൾ, കലാകാരന്മാരുടെ വേഷവിധാനങ്ങൾ, ആടയാഭരണങ്ങൾ, നിത്യോപയോഗ വസ്തുക്കൾ തുടങ്ങി അത്യപൂർവമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചന്ദ്രവളയം എന്ന വൈദ്യോപകരണവും കൊട്ടാരത്തിലെ നാടൻ കലാ മ്യൂസിയത്തിലുണ്ട്. ചന്ദ്രവളയം പ്രദർശിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ഏക സ്ഥലവും കോയിക്കൽ കൊട്ടാരമാണ്. പഴയകാല നാണയങ്ങളുടെ അത്യപൂർവ ശേഖരം കൊണ്ട് സമ്പന്നമാണ് കോയിക്കൽ കൊട്ടാരം. കേരളത്തിലെ തന്നെ പുരാതന നാണയങ്ങളായ ഒറ്റപ്പുത്തൻ, ഇരട്ടപ്പുത്തൻ, കലിയുഗരായൻ, പണം എന്നിവയും ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയത്തിൽ കാണാവുന്നതാണ്. 2500 വർഷം പഴക്കമുള്ള ഹർഷിന്റെ കാലത്തെ നാണയങ്ങൾ രാശി എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ നാണയം. റോമ സാമ്രാജ്യത്തിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ ഇന്ത്യയിലെ പുരാതന രാജവംശങ്ങളും ലോകത്തിലെ പഴയ സാമ്രാജ്യങ്ങളും വിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ മ്യൂസിയത്തിലുണ്ട്. ഇവയെല്ലാം തന്നെ കേരളത്തിൽ നിന്ന് ലഭിച്ചതാണെന്ന് അറിയുമ്പോഴാണ് നമ്മുടെ അക്കാലത്തെ വാണിജ്യ ബന്ധത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയുക. 1992 ഈ കൊട്ടാരത്തെ ഫോക്ലോർ ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയമാക്കി മാറ്റിയത്. കേരള സർക്കാരിന്റെ കീഴിൽ സംരക്ഷിത ചരിത്ര സ്മാരകമാണിപ്പോൾ കോയിക്കൽ കൊട്ടാരം. നമുക്ക് കൊട്ടാരത്തിനകത്തുള്ള അത്യപൂർവ കാഴ്ചകൾ എല്ലാം ഇനി കണ്ടാലോ?